ഇന്ത്യ മുന്നണി എന്നല്ല, LDF UDF തമ്മിലാണ് മത്സരം. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും ഇന്ത്യയിലെ പല സംസ്ഥാനത്തും പരസ്പരം മത്സരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇൻറ്റേർണലായിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രോസസ്സായിട്ടാണ് നടത്തുന്നത്. കേരളത്തിൽ CPM-ന് അത് കഴിയുമായിരുന്നു. പക്ഷേ അവർ നിർഭാഗ്യവശാൽ അവർക്കെതിരെയുള്ള കേസുകളും അഴിമതികളും ഒക്കെ ഉണ്ട്. പിണറായി വിജയന് അത് കഴിയില്ല. അദ്ദേഹം ഈ പാർട്ടി എന്ന് പറയുന്നത് CPM-ൽ പിണറായി വിജയനാണ്. ഇപ്പോൾ CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പോലും ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിൽ അത് നടക്കില്ല. അതാണ് സ്ഥിതി. പിണറായിക്കാണെങ്കിലും അദ്ദേഹം SNC ലാവലിലും തൊട്ട് ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ, ലൈഫ് മിഷന്, ഇപ്പോൾ മാസപ്പടി, ഇതിലെല്ലാം പെട്ടു നിൽക്കുന്ന പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും രക്ഷിക്കണോ, അതോ അതെല്ലാം ഉപേക്ഷിച്ച് വിശാലമായ താല്പര്യം, രാജ്യ താല്പര്യം, അത് അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും ഒക്കെ ചെയ്യണോ എന്ന ചോദ്യം വന്നാൽ പിണറായി ഓപ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം മാത്രമാണ്. അതിനുവേണ്ടി കേരളത്തിലെ CPM പാർട്ടി ബലി കൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ സീതാറാം കേസിൽ തന്നെ പറയുന്നത് അതൊരു, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി തന്നെ പറയുന്നത് അതൊരു എന്താണ്, ഒരു തമാശയായി മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അദ്ദേഹം മനസ്സിൽ നിന്ന് പറഞ്ഞയക്കില്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, പറഞ്ഞത് K. ഗോവിന്ദനാണ്. സീതാറാം യെച്ചൂരി പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതിന് തെറ്റായൊരു സന്ദേശം കൊടുത്തു. രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടത് ആരാണ് എതിരാളി എന്നതാണ്. CPM ആണോ BJP ആണോ? അല്ല, രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ അവർക്കൊരു സീറ്റ് നഷ്ടപ്പെടും. അതിൻ്റെ പ്രഭാവത്തിൽ കേരളത്തിൽ UDF അനുകൂലമായ തരംഗം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് സീതാറാം യെച്ചൂരിക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. ഓക്കെ, നോക്കൂ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സനൽ ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമാണ്. മോദി ഭയമാണ് പിണറായി വിജയന്, അതുകൊണ്ടാണ് മോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിൽ നിന്ന് പിണറായി പിന്നാക്കം പോകുന്നത് എന്നാണ് KC വേണുഗോപാൽ ഇന്ന് എന്നോട് പറഞ്ഞത്. ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഏതെങ്കിലും തരത്തിൽ നിയമാനുസൃതമല്ലാത്ത ഒരന്വേഷണം കോൺഗ്രസ് സ്വാഗതം ചെയ്യില്ല. നിയമാനുസൃതമാണെങ്കിൽ വീണാ വിജയനും അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ പോകേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ CPM-ന് മോദി ഭയം കാരണം, നേരത്തെ പഴകുളം മധു പറഞ്ഞതുപോലെ, പിണറായി വിജയൻ തന്റെ സ്വന്തം സുരക്ഷിതത്വത്തിന് ബാളത്തിൽ ഒളിക്കാൻ വേണ്ടിയാണോ മോദി വിമർശനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ തവണ തന്നെ BJP-യെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം ആത്മാർത്ഥമായി പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് നടത്തിയില്ല. കഴിഞ്ഞ തവണ ഈ കേരളത്തിൽ വന്ന് മത്സരിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചതാണ്, നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇന്ത്യക്ക് നൽകുന്നത്? കാരണം ആര് ജയിച്ചാലും BJP-യെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ, ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് എന്ന നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ചോദ്യം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. അമേഠിയിലെ പരാജയത്തിലൂടെ രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങിയത്. അങ്ങനെ അന്ന് ഏറ്റുവാങ്ങിയതിന് ശേഷവും അദ്ദേഹം പാഠം പഠിച്ചിട്ടില്ല എന്ന തെളിവാണ് ഇത്തവണ സ്വന്തം പാർട്ടിയുടെ കൊടിയും സ്വന്തം ഘടകകക്ഷിയുടെ കൊടിയും പോലും ഉപേക്ഷിച്ച് BJP ആർക്കാണ് ഭയമെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഞാൻ പറയുന്നത്. KC വേണുഗോപാൽ അടക്കം കൂട്ടത്തിൽ നിന്നുകൊണ്ട് ചിത്രം മാത്രം വെച്ച് വോട്ട് പിടിക്കുന്ന പുതിയ തന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിയുടെയും ഘടകകക്ഷിയുടെയും കൊടി ഉപേക്ഷിക്കുകയാണ്. പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് കഴിഞ്ഞ തവണ BJP പ്രചരിപ്പിച്ചാണ് അമേഠിയിൽ ഇദ്ദേഹത്തെ തോൽപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശരിയായ നിലപാടെടുക്കേണ്ട നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവരെ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെച്ചു എന്ന് മാത്രമല്ല, അത് അടിയറ വെച്ചു എന്ന് മാത്രമല്ല, സ്വന്തം കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അളിയനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ റോബർട്ട് വധേരെ ഉപയോഗിച്ച് 160 കോടി രൂപ കൊടുത്ത് പേടിയിൽ നിന്ന് മാറിയ ആളാണ്. അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്ത KC വേണുഗോപാലും കൂടെ ചേർന്നാണ് പിണറായി വിജയന് പേടിയാണെന്ന് പറയുന്നത്. പിണറായി വിജയന് പേടിയാണെങ്കിൽ എന്തിനാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെയും ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ള ദേശീയ നേതാക്കന്മാരെയും എല്ലാം അണിനിരത്തി BJP-ക്കെതിരായി ഫെഡറൽ തത്വങ്ങൾ അംഗീകരിക്കാത്ത BJP-യുടെ ഗവൺമെന്റിനെതിരായി അതിശക്തമായൊരു സമരം ഇന്ത്യയിൽ നടത്തിയ ഒരു സന്ദേശം കൊടുത്തത് പിണറായി വിജയനല്ലേ? പിണറായി വിജയന്റെ ആ യോഗത്തിൽ വെച്ചല്ലേ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾക്കാണ് ഇതിനെ നയിക്കാൻ കഴിയുക എന്നത്? അതിനുശേഷമല്ലേ ഫ്രണ്ട്ലി മാച്ച് ആണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധി വരുമ്പോൾ നിങ്ങൾ ലീഗിന്റെ പതാക ഉയർത്തിയില്ല, നിങ്ങളുടെ പതാക താഴെ വെച്ചു. അതാ മുന്നണിക്കുള്ളൊരു ആഭ്യന്തര പ്രശ്നമല്ലേ? അതിനെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കോൺഗ്രസ് ദുർബലമായാൽ ദുർബലമാകുന്നത് ഇടതുപക്ഷം കൂടിയല്ലേ? ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസുമുണ്ട്, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ മതനിരപേക്ഷതയുടെ ഒരു ബദൽ സന്ദേശം ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ മണ്ണിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ചോദിച്ച ചോദ്യം രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയുടെ വിഷയം ഉന്നയിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ CAA പറ്റി പറയുന്നില്ല? നേരത്തെ നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് ക്ഷേത്രം പണിഞ്ഞ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളൊരു നിലപാട് പറഞ്ഞില്ല? കോൺഗ്രസിന് ഒരു നിലപാട് തറയില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗവൺമെന്റ്. മറുപടി പറയട്ടെ. അതിനു മുമ്പ്